കമ്മിറ്റഡ് ആണ്. ഞാനും എനിക്ക് മെസ്സേജ് അയക്കണ്ട. അപ്പൊ ഗായ്സ് നമ്മൾ എത്തിയിരിക്കുന്നത് മിസ്റ്റർ സിമ്പിളില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഹസ്ബൻഡിന് സർപ്രൈസ് ആക്കാൻ നേഹ എത്തിയിട്ടുണ്ട്. നേഹ ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ചോദിക്കാം. ഇവിടെ കോട്ടുണ്ട്, പറയോ. ഗ്രൂം മെന്നാണോ ഫീമെയിൽ ആണോ ഇവിടെ? മെന്നായിട്ട്. ഓക്കെ, നേഹ എന്താ ചോദിക്കോ? നേഹക്ക് എങ്ങനത്തെ ഔട്ട്ഫിറ്റ് ആണ് ഹസ്ബൻഡിന് വേണ്ടി നേഹ സെലക്ട് ചെയ്യുന്നത്? ചെയ്തുതരും. നേഹ എങ്ങനെയാണ് ഹസ്ബൻഡിന് വേണ്ടിട്ട് അറേഞ്ച് ചെയ്യുന്നത് സർപ്രൈസ്? ഓഫ് വൈറ്റ് തീമിലാണ് കല്യാണം. കോട്ടാണ്. റിസപ്ഷൻ ആണോ പരിപാടി? ഓക്കെ, അപ്പൊ ഓഫ് വൈറ്റ് ഐറ്റംസിന് വേണ്ടിയിട്ടാണ് നേഹ ഇവിടെ എത്തിയത്. എങ്ങനെയുണ്ട് നേഹ കളക്ഷൻസ് ഒക്കെ? അടിപൊളി, നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. രസമില്ല? പോരാ? രസമില്ല? രസമില്ലോ? രസമില്ലല്ലേ? ഒഴിവാക്കല്ലേ? ഒഴിവാക്കാ? വാട്ട് യു മീൻ ബൈ ഓവർ കെയറിംഗ്? വിളിച്ചിട്ട് ഈ എവിടെ എന്താ ചെയ്യുന്നത് അങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് അപ്പൊ നിങ്ങൾ പിന്നെ പാർട്ട്ണർ വിളിക്കാൻ പറയുന്നത്? അല്ല, അങ്ങനെ എവിടെ എന്താണ് അപ്പൊ നിങ്ങളെ ഇടയിൽ പോകുമ്പോ നമ്മള് വിളിക്കോ? നിങ്ങൾ വിളിക്കാലോ, നിങ്ങൾ എവിടെയാണ് ചോദിക്കാലോ. അതൊക്കെ അല്ലല്ലോ, വിളിച്ചോടുക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചോണ്ടിരിക്കൂലല്ലോ. അതിന്റെ ചില ചെക്കന്മാരങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഗൈസ് നിങ്ങൾ അലേർട്ട് ആയിട്ടിരിക്കുക. ഓവർ വിളിക്കാൻ പാടില്ല. സ്വന്തം പെണ്ണുങ്ങളാണെങ്കിൽ കൂടി ഒരു ദിവസം എത്ര തവണ വിളിക്കാം? അത്യാവശ്യമാണെങ്കിൽ വിളിക്കാം. അപ്പൊ അത്യാവശ്യം ഒരു പ്രാവശ്യമൊക്കെ വിളിച്ചാൽ മതി. അതെ, അനക്കോ? ഒരു 3 വട്ടം വിളിക്കാൻ തോന്നിയാലോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം. ഞാൻ ഫുൾ ഫ്രീ ആ. അനക്കോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്നേഹിക്കുന്ന ഒരു കുട്ടീനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം അവളെ കൂടെ നമ്മള് ലൈഫ് സ്പെൻഡ് ചെയ്യാനുള്ളേ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോതല്ലേ. രണ്ടാമത്തെ എന്താ? അതെന്താണ് അറിയോ? 2 കാര്യമുണ്ട്. വെറുതെ വൈഫിന് ഒരു ജോബ് ഇവന് വിളിച്ചോണ്ടിരിക്കും ആദ്യമൊക്കെ, പിന്നെ പിന്നെ അതുണ്ടാവില്ല. അപ്പൊ ഓൾക്ക് പിന്നെ വിളിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നല്ല സങ്കടാവും. ഓൻ വിളിച്ചില്ലല്ലോ, എവിടെ എങ്ങനെ സ്നേഹിച്ചു നോക്ക്, അപ്പൊ കാണാം. ഒരിക്കലും പോവില്ല. വലിയ ഡയലോഗ് അടിക്കുന്നത് അങ്ങനെ ഒരാൾ വിളിച്ചോണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് വിളിയെടുത്ത് ആൾ മരിക്കേണ്ടി. അങ്ങനെയൊന്നല്ല. ഇപ്പൊ ആ പെൺകുട്ടി ഒരു ജോബിന് കയറി, ആ ജോബിന് കയറി കൊടുത്ത് അവിടെ ഓക്ക് വിളിക്കാൻ കഴിയില്ല. അതിനനുസരിച്ച് എനിക്ക് അറിയാലോ ഓള് ജോബിലാണ്, അപ്പൊ വിളിക്കൂലല്ലോ. അത് കുറച്ച് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും. അത് ഇങ്ങനെ ഒരു ടൈമിൽ ജോബ് ചെയ്യണം, ഇപ്പൊ ഈ സമയത്ത് വിളിക്കാൻ പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവള് ഫ്രീ ആവുന്ന ആ ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് നമ്മൾ വിളിക്കുന്നു. പിന്നെ നമ്മൾ എതിരെ നിൽക്കുന്ന ആൾക്ക് നമ്മൾ വിളിക്കുന്നത് കംഫോർട്ട് ആണോ ഇല്ലയെന്ന് ആദ്യം നോക്കണം. അത് വിളിക്കണ്ട. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാന്നിരിക്കണം? അതായത് നിങ്ങൾ എല്ലാം ചെയ്യും, പക്ഷെ നമ്മൾ അധികം ചോദിക്കാൻ പാടില്ല. ഒറ്റ ചോദ്യം, അങ്ങനല്ല. ആരും അറിയില്ല. ആരാണേ? ആരെ? ആ നായ്ക്കളെന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ കട പൂട്ടിക്കുന്നത് എത്ര നേരായി ആന്ന് ചോദിക്കില്ല. ഇത് ബ്ലോഗ് എടുക്കല്ലേ? അപ്പൊ ദിൽഷാദിന് പെണ്ണ് നോക്കുന്നുണ്ട് ആരെങ്കിലും? കുട്ടി എന്താണ് ഒരു ഫ്യൂച്ചർ പാർട്ണർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട 3 ക്വാളിറ്റികൾ? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, നല്ല ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് ആയിരിക്കണം. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞല്ലോ 50-50 എന്താകുമ്പോ ഓവർ കെയറിങ് ആവാൻ പാടില്ല, എന്നാല് അത്യാവശ്യം വേണ്ട കെയറിങ്. ഓവർ കെയറിങ് പറഞ്ഞാൽ നിങ്ങളെ കാര്യങ്ങളിൽ ഇടപെടുമ്പോ ഓവർ കെയറിങ് അതാണ് ഉദ്ദേശിച്ചത്? അല്ല, ഓവർ ആയിട്ട് അങ്ങനെയല്ല. ആണുങ്ങൾക്ക് എല്ലാം ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കമ്മിറ്റഡ് ആണ്. ഞാനും എനിക്ക് മെസ്സേജ് അയക്കണ്ട. എത്ര വർഷമായിട്ട്? 4 വർഷമായിട്ട്. ഇതാണ് പെണ്ണ്, ഇതാണ് പെണ്ണ്, കണ്ടെത്തി തന്ന പെണ്ണ്. ഞാനും അവർക്ക് കണ്ടുപിടിച്ചു കൊടുത്തു. ഇവള് ഒരു നോട്ടിട്ടു, പക്ഷെ വലിയ നേട്ടമൊന്നും ഇല്ലാത്തോണ്ട് ഒഴിവാക്കി. ആക്ച്വലി റോഫിന് ഇവളെ കൊണ്ടുപോവാ, നല്ല കല്യാണം ലൈസോ പതിനിട കുത്താൻ. ചെമ്മാട് പുതിയ എന്തൊക്കെ റോഡ് പണിയില്ലേ ഇവരുണ്ടായല്ലോ, ഞാൻ പൊളിച്ചു കൊടുക്കുന്നുണ്ട്. ചെമ്മാടിന്
നീലക്കുയില് മഞ്ഞക്കുയിൽ. മഞ്ഞക്കുയില് ചെമ്മാടിലെ നല്ല മഞ്ഞക്കുയിൽ ഭാവിയുണ്ട്. നല്ല ഭാവിയുണ്ട് ഗായ്സ്. ഇപ്പൊ എന്തൊക്കെ അറിയാം നേഹക്ക് ഭീമരഘുവിന്റെ ഒരു കട്ടില്ലേ? ഭീമൻ ഭീമരഘുവിന്റെ കട്ടുണ്ടോന്ന് അറിയില്ല. എനിക്ക് ഏറ്റവും ഒരു നിങ്ങളൊരു ആണിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ഒരു നല്ല സ്വഭാവം. ഈ നല്ല സ്വഭാവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വലിയ കുടി കെയർ വേണ്ടി അടുത്ത് കെയർ ചെയ്യാം. ഓവർ കെയർ ചെയ്യാൻ പറ്റുമോ? ഓവർ കെയർ ഇതന്നെ ഇപ്പൊ രണ്ട് സീൻ. ശകാരിക്കരുത്. അതായത് ഓവർ കെയർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കണക്ക് എങ്ങനെയാണ്? എങ്ങനെ നോക്കിയാ മതിയോ കണക്ക്? തൂക്കിയാ കിട്ടുമോ അന്നത്തെ? ഇപ്പം ഇത്ര റിജക്ഷൻ നിങ്ങളൊക്കെ റിജക്ട് ചെയ്തല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളെ പ്രശ്നമല്ല, എനിക്കെന്തോ ഒരു കുറവുണ്ട്. അപ്പൊ എന്താണ് ഞാൻ നികത്തേണ്ടത് വലിയ പറയട്ടെ? ഒരിക്കലും അല്ല, അങ്ങനത്തെ ഒരു കുറവന്നല്ല. കൂടുതലാ തോന്നുന്നത്? അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിലേക്ക് ഒരു സംഗതി വരണമെന്നുണ്ടെങ്കിൽ പഠിച്ചൊരു സമയം കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ വരേണ്ട സമയത്തേ വരുള്ളൂ. അതിൻ്റെതായ സമയം ആവുന്നേ ഉള്ളൂ. അതാണ് ഈ 26 വയസ്സ് എന്നൊക്കെ പറഞ്ഞാല് അതിക്രമിച്ചു എന്നാണ് പറയുന്നത്. വീട്ടുകാരിങ്ങോട്ട് ആക്രമിക്കുകയാണ്. ഒരു 28 വയസ്സാവട്ടെ. അതായത് അന്റെ കല്യാണം ലേറ്റായി ഉറച്ചുകൊണ്ട് എല്ലാവർക്കും 28 ഉറക്കണം എന്നാണോ? ഒരു പക്വത വരണം അതിനുള്ള ഒരു പക്വത വരണം. ആ ലിയാന എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി എന്താ ഭാവി ഫ്യൂച്ചർ പാർട്ട്ണറിൽ? എനിക്ക് അങ്ങനെ ഒരു ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറയും. അവൻ്റെ ഒരു ടോപ്പ് ക്വാളിറ്റി എന്താ ചെക്കൻ്റെ? ചെക്കൻ നല്ലൊരു ചെക്കനാണ്. എന്താ എന്തുകൊണ്ടാണ് നല്ലതാണ്? സ്വഭാവമാണെങ്കിലും ഒരു ചെക്കനെ പറയോ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു ചെക്കനെ കല്യാണം കഴിക്കാൻ തോന്നിയില്ല? വീട്ടിൽ പിടിച്ച് കെട്ടിച്ചാണല്ലോ, ഇഷ്ടപ്പെട്ട് കെട്ടിയാണോ? ഇഷ്ടപ്പെട്ട് കെട്ടിയതോ? ആ ചെക്കൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? നല്ല സ്വഭാവം. എന്താണ് നല്ലത്? ഭയങ്കര സപ്പോർട്ടാണ്. എന്തിന് ഡാൻസ് കളിച്ച് കൈയടിക്കാനാണോ? സത്യം. നീലക്കൂലൊക്കെ എന്തെല്ലാം ചോദിക്കണ്? ഇതുപോലെ ചോദിക്കില്ലല്ലോ. വീഡിയോ ഇവനാരും പിന്നെ മന്നക്കുയിലോ? ചെമ്മാടിലെ വീട്. എടാ ശരിക്കും ഞാൻ കമ്മിറ്റഡാ. റിയാക്ഷൻ ഓഫ് മൈ ഫ്രണ്ട്സ്. സീരിയസ്ലി ഞാൻ കമ്മിറ്റഡാ. എടാ കാര്യായിട്ട് കൈതാന്നൊക്കെ വിളിക്കുക ചേർത്തുള്ള പോലെ. എന്തുകൊണ്ടാണ് ബ്രോക്കുട്ടനെ നിങ്ങൾ ചൂസ് ചെയ്യാത്തത്? അതെ, ബ്രോക്കുട്ടനെ ചൂസ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നമുക്കില്ല. ബ്രോക്കുട്ടൻ വലിയൊരു സെലിബ്രിറ്റിയാണ്. ചായയിൽ മധുരമില്ലാത്ത പോലെ. പിന്നെന്താ പറയണ്ടോ? ഇത്രേ നമുക്ക് തള്ളാൻ അറിയും. അങ്ങനെ അല്ലെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കുട്ടൻ അത്യാവശ്യം ഒരു സെലിബ്രിറ്റി തന്നെയാണ്. അത്യാവശ്യം ആളുകൾ അറിയുന്ന ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരുത്തൻ തന്നെയാണ്. 24 ന്യൂസോ ഓടനറി അവനൊരു ചെറ്റയാണ്. അതെ, സത്യത്തില് നിങ്ങൾക്ക് മിസ്സാവുന്നത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ബ്രോക്കുട്ടനെ പോലത്തെ ഒരാളെ മിസ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല കുട്ടികളെ കിട്ടും. അപ്പൊ നിങ്ങളൊക്കെ നല്ലതാണെന്നാണ് നിങ്ങൾ പറയണേ? ലിസ്റ്റില് ചെയ്ത് വെച്ച കുറച്ച് കുട്ടികളുണ്ട്. ലിസ്റ്റ് പറയുമ്പോ സംഭവം ഒക്കെ എന്നോട് പ്രശ്നമില്ല. ഷോപ്പിന്റെ ഒരു പ്രശ്നം അപ്പൊ 136ാമത്തെ കുട്ടീനെ റിജക്ട് ചെയ്യണേ. എന്താ ഇതിനെ പറ്റി പറയാ? 38 എനിക്കിതിനെ പറ്റി ഞാൻ പ്രപ്പോസ് ചെയ്താലോട് ഒപ്പോസ് ചെയ്യും. വൈ
അതിന് ഇത് silent ആരാ? റോബോട്ടനെ ഒരു സ്വാലിത്തായ കുട്ടീനാണ് ചേരുക, അതുകൊണ്ടാണ് ഓള് നോക്കാത്തത്. രണ്ടാമത്തെ ഞാൻ സ്വാലിയത്തല്ല നോക്കാം. ഇങ്ങനത്തൊക്കെ സൗകര്യത്ത് ആയിക്കൂടെ? അങ്ങനെ ആയോരാകുമ്പോഴാണ് അതിനൊരു ഇത്. പഠിച്ചോൻ വരെ എല്ലാ തെറ്റും പൊരുത്തപ്പെടുന്നത്, പിന്നെ ഞങ്ങൾ എന്താ പൊരുത്തപ്പെടൂല അല്ലേ എൽസ? എങ്ങനെ പഠിച്ചോൻ വരെ എല്ലാ തെറ്റും പൊരുത്തപ്പെടും. പിന്നെ വൈ യു ഗൈസ്? അതെ, ഞാൻ രണ്ടാമത്തെ ഒരു കാരണം പറയട്ടെ പോലെ. അല്ല, ഒന്നാമത്തേക്ക് ഇപ്പോൾ വ്യക്തമാക്കില്ല. എനിക്കൊന്നും പറയാനില്ല. വൈ പറയാനില്ലാത്തോണ്ട്. അനക്കോ? ഈ എന്താ പറഞ്ഞേ? എന്തുകൊണ്ട് ബ്രോക്കോട്ടനെ അവർ ചൂസ് ചെയ്തില്ല? റീസൺ വൺ. ബ്രോക്കുട്ടൻ നല്ലൊരു ചെക്കനാണ്. ബ്രോക്കുട്ടൻ അപ്പൊ നിങ്ങളൊക്കെ ആണ്. നോക്കട്ടാ ഇങ്ങോട്ടൊക്കെ ഈ മോൻ കണ്ടാ അറിയില്ല ചൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് പറഞ്ഞിട്ടാണ് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിൽ ആള് നിക്കണത്. നമുക്കൊരു ക്വാളിറ്റി വേണ്ടേ ബ്രോക്കുട്ടനെ ചൂസ് ചെയ്യാനേ? അപ്പൊ ഞാൻ ക്വാളിറ്റി ഇല്ല ഞങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി വേണ്ടേ? കണ്ടാ അപ്പൊ നമ്മുടെ ബ്രോക്കുട്ടനെ പെണ്ണ് നോക്കുന്നുണ്ട്, എങ്ങനത്തെ പെണ്ണായിരിക്കണം? ഗായ്സ്, ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല, എന്നാലും നമുക്ക് ഗേൾസിനോട് തന്നെ ചോദിക്കാം ഇപ്പോഴത്തെ ഗേൾസിന്റെ അവസ്ഥ എന്താണ്, പറയൂ, എങ്ങനെയാണ് ഇരിക്കണം? ബ്രോക്കുട്ടനെ എന്റെ ഒരു ക്യാരക്ടർ ഒക്കെ വെച്ചിട്ട് നല്ല ദീനപരമായിട്ടുള്ള കുട്ടിയെ പാത്ത് എനിക്കറിയില്ല, അപ്പൊ ചോട്ടെ. പിന്നെ ഫ്രീക്കായ കുട്ടികളെ ബ്രോക്കുട്ടനെ പറ്റൂല, ചേരൂല. പിന്നെ അപ്പൊ ഓള് ചേരൂല. അപ്പൊ ഓൾറെഡി മാരീഡ്. ഞാൻ ഓൾറെഡി മാരീഡ്. ജമ്പില്ല. എന്നിട്ട് അപ്പൊ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ DM ചെയ്യാം. അല്ലെങ്കിൽ ഇവർക്കാർക്ക് മെസ്സേജ് പറഞ്ഞാൽ ഇവരെനിക്ക് DM ചെയ്യും. നിന്റെ ഐഡിയില് DM. അത് വേണ്ട, അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ്. ഇവൻ ചെറിയ ചെക്കനാണ്, ഇവന് DM എന്നാണ് അറിയില്ല.